ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ സൂഫി മന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പോലില്ലേ. അപ്പോൾ നമ്മളെ ബാംഗ്ലൂരും സൂഫി മന്തി ഉണ്ട്, നമ്മളെ ബനറകട്ടയിൽ. അപ്പം നമ്മൾക്ക് ഇന്ന് എന്തായാലും ഞായറാഴ്ചയാണ്. ഇന്നലെ നമ്മൾ DJ പരിപാടിയും അതേപോലെ ആചാര്യൻ്റെ ഹബ്ബൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളിന്ന് മന്തി കഴിക്കാൻ പോവാണ്, ഭയങ്കര റിലാക്സ് ആയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ പിന്നെന്താ അത്ര ഉള്ളല്ലോ. സിനാന് ഭയങ്കര ചുള്ളനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബാക്കിയുള്ള അത് രണ്ടാൾക്കാർ. ഓക്കെ 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 ഗൈസ്, നമ്മൾ ടോൾ എടുത്തിരുന്നു. 75 റുപ്പീസാണ് കേട്ടോ ബനറഘട്ട റോഡിന്. ഇതിവിടെ കാണിച്ചു കൊടുക്കുന്നു. ഞാനാണ് ഗൂഗിൾ മാപ്പ് നോക്കേണ്ടത് കേട്ടോ. ഇവന് ഇന്നൊരു വിശ്വാസമല്ലേ, ഇവന് വിചാരിക്കും ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയില്ല എന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഗേൾസിന് സാധാരണ ഉണ്ടേ ലെഫ്റ്റ് പറഞ്ഞാൽ റൈറ്റ് ആണ്. നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയില്ല, ലെഫ്റ്റിലോട്ട് ഇന്ത്യയുടെ റൈറ്റിലോട്ട് പോകണം. അതേ കണക്കിന് ഇരിക്കും വിചാരിച്ചിട്ടാണ്. പക്ഷെ എല്ലാ ഗേൾസിനും കാണാനുണ്ട്. ഇത്രയും നേരം ഞാനല്ല എനിക്ക് റോഡ് ലൊക്കേഷൻ തന്നെ. ഓക്കെ ഗൈസ്, നമ്മൾ എത്താനായി. നമ്മളെ കോളേജിൻ്റെ അവിടുന്ന് 40 കിലോമീറ്ററായിട്ട് ഇട്ടോ, 41 കിലോമീറ്ററും 1 മണിക്കൂറായിട്ട് അടുപ്പിച്ചാൽ ഇങ്ങോട്ട് യാത്രയുണ്ട്. ജയ്സോടായിട്ട് നമ്മളൊരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ട്രാഫിക്കും കാര്യങ്ങളും കുറവായിരുന്നു. ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, ഇപ്പം എത്താനായിട്ടുണ്ട്. ഇനി ആകെ ഒരു 3 കിലോമീറ്റർ കൂടെ അടുപ്പിച്ചുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി സൂഫിയിലെത്തിയിട്ട് കാണിച്ചു തരാം. സൂഫിയിലെത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ സൂഫി മന്തിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോൺ ഞാൻ വ്ളോഗ് എടുക്കും. വിശക്കുന്നുണ്ടോ ഗൈസ്? ഞങ്ങളിവിടെ പോസ്റ്റാണ്. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ വിശപ്പിൻ്റെ ആമാശയത്തിന് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ട് തോന്നുന്നു. അയ്യോ, നല്ല തിരക്കുണ്ട് ഞായറായതുകൊണ്ട്. ഗൈസ്, പ്രീമിയം ലുക്കിലേ അതിലേക്ക് ഞാൻ വന്നത് കുറച്ച് ഇടട്ടെ. കഴിഞ്ഞ് അടുത്ത് ഗൈസ്, ഫുഡ് കിട്ടാതായപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. വിശക്കുണ്ടോ? ചെന്ന് അടിക്കാൻ പോണ പോലെ ആരൊക്കെ ഈ ലോകത്ത് ഇത് മാച്ച് ആവുന്ന ഒരേ ഒരു വ്യക്തി, മുഹമ്മദ് സിനാൻ. ഇട്. ഓ ഓക്കെ, വലിയ പുള്ളിയാണ്, മലപ്പുറത്തില്ലേ അല്ലേ സിനാനെ? നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ബ്ലോഗിൽ വന്നിരുന്നു. ഇനി ആദ്യമായിട്ട് നാട്ടിൽ കൊണ്ടുപോയ ഒരേ ഒരു മഹിമൻ. ഒരു ഹായ് പറടാ. എന്തൊക്കെ ക്രേസായിരിക്കുന്നേ? ബ്ലഷ് ആവുന്ന പോകോ? പോടാ ഹറാമർപ്പ ഗൈസ്, ഞങ്ങളാണെങ്കിൽ ആൾക്കാരൊന്നല്ലേ. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है. ശമലങ്ങളെ കൊണ്ടൊന്നും ഒരു ബൈക്ക് പോരാൻ പറ്റൂല. വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞങ്ങാണ്ട്. കുറച്ചൊക്കെ ക്ഷമമാണ് ഫുഡ് കഴിക്കണോടത്ത്. നല്ല ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിക്കണം. മനസ്സിലായോ? ഗായ്സ്, അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് ഓർഡർ ആക്കാൻ പോകണം.
അർജുൻ എനിക്ക് എന്ത് മന്തി വേണ്ടത്? നമുക്ക് പിന്നെ അടുത്ത ഡേക്കിൽ കാണാം. എന്ത് മന്തി വേണ്ടത്? എന്ത് മന്തി വേണ്ടത്? സിനാൻ എന്ത് മന്തിയാ? ഇതില് പഴമില്ല. മട്ടനല്ല, ഫിൽഫില്. ഫിക്സ്ഡ് ഫിൽഫില്. ഇവളെടുത്ത് പുറത്ത് കയറി. നീ ഇവക്ക് മാത്രം ക്വാർട്ടർ. എനിക്ക് പറ്റിയിരിക്കണ എന്റെ സ്വഭാവം അനുസരിച്ച് തിരുവല്ലക്കാർക്ക് നമുക്ക് അറിയില്ല. അർജുനെ തിരുവല്ല ടേസ്റ്റ് നല്ല സ്പൈസി അത്യാവശ്യം. നമ്മള് രണ്ടുപേരും നമ്മളെല്ലാരും കൂടെ എന്താ ടർക്കിഷ് അൽഫാം മന്തി അതുള്ളൂ ഇപ്പോൾ അവൈലബിൾ. പിന്നെ നോർമൽ അൽഫാം മന്തി, പിന്നെ വേറെ എന്താ ഫിൽഫിലില്ല ഗൈസ്. സീനില്ല, നമ്മൾ എപ്പോഴും ഫിൽഫിൽ അയക്കുന്നത്. ഇപ്രാവശ്യം വെറൈറ്റി അടിക്കാം അല്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുഡ് വരട്ടെ. മയോണൈസും ഇതൊക്കെ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ എന്നാ ഈറ്റിംഗ് സീൻ. അപ്പം നമുക്ക് കുറച്ച് പെപ്സി കുടിച്ചിങ്ങാണ്ട് തുടങ്ങാം. ഇതിലോ എനിക്കും കുറച്ച്. അർച്ചനെ കൊള്ളാമോ? റിവ്യൂ ഉണ്ടോ? പെപ്സിക്ക് റിവ്യൂ ഉണ്ടോ അതോ പ്രൊമോഷൻ ഉണ്ടോ? എന്തല്ലത്? പറയാം. ഇതാ റിവ്യൂ. പെപ്സി കറുത്ത കളറിലാണ്, പതയൊക്കെ ഉണ്ട്, മധുരമുണ്ട്, ഇച്ചിരി ഗ്യാസുണ്ട്. ഇതാണ് റിവ്യൂ. മസ്റ്റ് ട്രൈ. അത് എനിക്കിട്ടാക്കിയ പോലെ ഒരു മസ്റ്റ് ട്രൈ. എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. അൽഫാം, ടർക്കിഷ് അൽഫാം, റൈസ്, മയോണൈസ്. അപ്പൊ എന്തായാലും കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് തരാം. ഞാൻ ഫുൾ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് റൈസ് ബാക്കിയുണ്ട്, ബാക്കി എല്ലാവരും കഴിക്കും. എൻ്റെ മോനെ കിഡിലെ സാധനം, വയറ് ഫുള്ളായിട്ട് നിറഞ്ഞ് നല്ല സ്പൈസി വിത്ത് എന്താ സ്വീറ്റ് ആയിട്ടില്ലായിരുന്നു. ടർക്കിഷ് അല്ലേ അൽഫാം കിഡിലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? സീരിയസ്ലി അടിപൊളിയായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓരോ ഔട്ട്ലെറ്റിൽ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് കഴിക്കാം. കൊച്ചി, കാലിക്കറ്റ്, തിരൂർ, തൃശ്ശൂർ, ബാംഗ്ലൂർ, ഖത്തർ. ഓക്കെ, എല്ലാവരും കഴിച്ചു. സൂഫിയൊക്കെ ആർക്കും അറിയാത്തതില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓക്കെ, എന്തായാലും ഇനി ബില്ലൊക്കെ പേ ചെയ്തിട്ട് കൈയൊക്കെ കഴുകിയിട്ട് കാണാം. ഓക്കെ, എത്ര പൈസനാണേ? ഇല്ല, 2500. നോക്കട്ടെ, 1573 അത്ര ആയിട്ടുള്ളൂ ഗൈസ്. 1773. സിമ്പിൾ, നല്ല ലോ ബഡ്ജറ്റിൽ നല്ല ഫുഡാണ് നമ്മൾ കഴിച്ചത്. ഇനി കൊടുത്തോ സിനാ കൊടുക്കോ ഗൈസ്? നല്ല മഴ ഉണ്ട് പുറത്ത്, കിട്ടില്ല മഴ ഗൈസ്. ഇവിടുത്തെ പെട്രോളിന്റെ റേറ്റ് നോക്കി. ഡീസലിന് 91, പെട്രോളിന് 102. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് 107 പെട്രോളിന്. നാട്ടിൽ എത്ര കമന്റ് ചെയ്യും.
പൊലിവിലാണ് ഈ മഴയത്തും ഓന് വണ്ടി ഓടിക്കുന്നത്. ഗ്ലാസ് ഒക്കെ വെച്ച് ഇതിന്റെ അവസ്ഥ ചോദിച്ചു, ഹെൽമെറ്റും ഇല്ല, ഗ്ലാസ്സും ഇല്ല, ഒന്നുമില്ല. അല്ലേ ഗൈസ്, ഇനി നമ്മൾ മയത്തുള്ള റൈഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല സെറ്റ് ചെയ്യാണ്ട് എത്തിയാൻ പറ്റുമോ? ആക്ച്വലി ഉണ്ടല്ലോ, ആക്ച്വലി കണ്ണ് കാണുന്നില്ല, ഊരി വെച്ച് പിന്നെ മയത്തുള്ളി കണ്ണിലടിക്കും. അന്നേരം പിന്നെ വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഇവന് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് സെറ്റ് ആക്കിയിട്ട് വരാം. നമ്മൾ സൈഡ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ കിട്ടിലും മൂഡ് നല്ല വേദന എടുക്കുന്നുണ്ട്. സീനില്ല. നനയണമീ ചാറ്റുമഴയിൽ നിലവുകളൊന്നായി വിടരാൻ പ്രിയമെഴുമോമൽ കുളിരണിയും പുലരികളിൽ അലിയുമൊരു പാട്ടിൻ മധുകണമായി ചെറുകിളികൾ ഇനി മെല്ലെ ചിറകുണരും അരികിലൊരു കാറ്റിൻ ചിറകുകളായി പ്രിയമെഴുമോമൽ കുളിരണിയും പുലരികളിൽ അലിയുമൊരു ഗൈസ്, സമയം എത്രയാ? 6:37 നമ്മൾ റൂമിൽ അവിടുന്ന് ലൊക്കേഷൻ ഇട്ട അതിലൊക്കെ അത്ര കാണിച്ചു തരുന്നത്. പിന്നെ ഈ പോക്കും നിർത്തലും വേദന എടുക്കലും ഒക്കെ കൂടെ ആയപ്പോ സൂപ്പറായിരുന്നു. മന്തിയൊക്കെ തിന്നത് തേച്ചു തോന്നിക്ക് വിശക്കുന്നു. നമുക്കൊരു ഐസ്ക്രീം എന്നാലോ? മറ്റേ ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വെക്കാനും വണ്ടി ഓടിക്കാനും. ഇങ്ങനത്തെ ഡ്രൈവറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളത് കൊറിയർ അയക്കുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക്. എൻ്റെ പൊന്നോ ഗൈസ്, അപ്പം എന്തായാലും എന്താ പറയണ്ടേ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞ് ഫോണിൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിക്കും. ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി എടുക്കാൻ നോക്കാം. ഓക്കെ, പോവല്ലേ, ഞാനുണ്ടേ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ 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 ബൈ. നമ്മളെ സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ചാർജ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സിനാൻ നോക്കടാ, 117 സ്പീഡിലൊക്കെ പോകുന്ന കണ്ണൊക്കെ ഒരുമാതിരി ആയിക്കാണ്. കണ്ടോ, അടുത്ത മഹിമേനെ ഇരിക്കുന്നതാ. അപ്പൊ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ 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 ബൈ.